ഇന്നത്തെ നമ്മുടെ കമ്പനിയുടെ പേര് ആസ്റ്റൺ ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ്. കമ്പനി സ്റ്റാർട്ട് ആയത് 2019 കമ്പനി മെയിനായിട്ട് മാനുഫാക്ചറിങ് ആൻഡ് സപ്ലൈങ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഗുഡ്സ് ആണ് ചെയ്യുന്നത്. അത് പല രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ഉണ്ട്, ആഫ്രിക്കൻ അതുപോലെ ഏഷ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ. അതുപോലെ കമ്പനി WHO അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായിട്ട് അവരുടെ പ്രൊഡക്ട്സിൻ്റെ മാനുഫാക്ചറിങ്ങിൽ ഒരു ടൈപ്പ് ഉണ്ട് ഓൾറെഡി. ഇനി കമ്പനിയുടെ മെയിനായിട്ടുള്ള പ്രൊഡക്ട്സിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് ഉണ്ടാക്കുന്നതിലുള്ള ഒരു മെഡിസിൻസിൽ അസിട്രോമൈസിൻ ടാബ്ലറ്റുകൾ, അതുപോലെ ബി കോംപ്ലക്സ് ടാബ്ലറ്റുകളുണ്ട്. അതുപോലെ ക്യാപ്സൂൾസിൻ്റെ സെക്ഷൻ വരുമ്പോൾ പാരസെറ്റാമോൾ, ഇബുപ്രോഫിൻ പോലുള്ള ക്യാപ്സൂൾസ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സിറപ്പിലേക്ക് വരുമ്പം പലതരം ആൻറ്റാസിഡ് സിറപ്പുകൾ, അതുപോലെ അസിട്രോമൈസിൻ്റെയും ബി കോംപ്ലക്സിൻ്റെയും ഒക്കെ സിറപ്പുകൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി IPO പറ്റി പറയുമ്പം ഏറെക്കുറെ 27,56,00,000 രൂപയുടെ IPO ആണ് ലിസ്റ്റാകുന്നത് ജൂലൈ 9 ക്ലോസ് ആകുന്നത് ജൂലൈ 11 അലോട്ട്മെൻറ്റ് വരുന്നത് ജൂലൈ 14 ഇനി കമ്പനിയുടെ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത് 115 രൂപയ്ക്കും 123 രൂപയ്ക്കും ഇടയ്ക്കാണ്. അതുകൊണ്ട് തന്നെ 1000 ഷെയറുകളുടെ ഒരു ലോട്ടായിട്ടായിരിക്കും പ്രൊവൈഡ് ആകുന്നത്. അതിൽ തന്നെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 2 ലോട്ടുകളാണ്. അതായത് 2000 ഷെയറുകൾ ഏറെക്കുറെ എമൗണ്ട് വരുമ്പോഴത്തേക്കും 2,30,000 രൂപയുടെ അടുത്ത് വരും. സോ കമ്പനിയുടെ ഇപ്പോഴത്തെ ചില വെബ്സൈറ്റുകളിൽ, അതായത് IPO വാച്ച് പോലുള്ള വെബ്സൈറ്റുകളിലെ എക്സ്പെക്റ്റഡ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്ന് പറയുന്നത് 12.5%. ഇനി കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഡേറ്റ നോക്കുമ്പോൾ റവന്യൂ എന്ന് പറയുന്നത് 2023 711 കോടിയും 2024 അത് 1039 കോടിയും തിരിച്ച് 2025 അത് 374 കോടിയും ആയിട്ടുണ്ട്. ഇനി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 2023 101ഉം 2024 49ഉം 2025 63ഉം ആയിട്ടുണ്ട്. എമൗണ്ടുകൾ ഇവിടെ നെഗറ്റീവ് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ വർഷം കഴിയും തോറും അത് കുറയ്ക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ടോട്ടൽ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 2023 31 കോടിയും 2024 50 കോടിയും 2025 107 കോടിയുമായിട്ടുണ്ട്. അതുപോലെ പിന്നൊരു കാര്യം, ബോറോയിങ് വരുമ്പം 2023 515 കോടി രൂപ ബോറോയിങ് ഉണ്ടായിരുന്ന കമ്പനി 2024 ആയപ്പോൾ 427 കോടിയിലേക്ക് ആക്കുകയും അത് 2025 ആയപ്പോൾ 397 കോടിയിലേക്ക് ആക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ബാക്കിയുള്ള ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നേരിട്ട് കമ്പനിയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൂടെ ഇവിടെ കൊടുക്കാം. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, ഞാനൊരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രോക്കറും അല്ല. ജസ്റ്റ് പല സ്ഥലത്ത് പല സോഴ്സുകളിൽ അവൈലബിൾ ആയ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴും നല്ലപോലെ പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. താങ്ക്